ദീപിക പത്രം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മുഖപത്രം എന്നുള്ള നിലയിൽ ഒരു നിഷ്പക്ഷത പുലർത്തേണ്ട പത്രം എന്ന നിലയിൽ നിന്ന് വഴുതി മാറുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയം കൈകാര്യം ചെയ്യാത്ത മതമേലധ്യക്ഷന്മാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. മതന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ 80% മുസ്ലിങ്ങൾക്കും ബാക്കി എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും കൂടി 20. ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി മന്ത്രിമാരുടെ എണ്ണം, MLA-മാരുടെ എണ്ണം, MP-മാരുടെ എണ്ണം അത് BJP ആണ്. ഈ വസ്തുതയൊക്കെ ഇവിടുത്തെ ബിഷപ്പുമാർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, ദീപിക പത്രത്തിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. പക്ഷെ എന്നിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ ക്രൈസ്തവ മേഖലയിലൊന്നും. ക്രൈസ്തവർ BJPയോട് അടുക്കുന്നു എന്നുള്ള ഒരു ലക്ഷണം കണ്ടപ്പോൾ തന്നെ തങ്ങളുടെ കൈവശം സ്വാധീനിക്കാൻ കഴിയുന്നതായ മേലധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തിരിച്ചടി അതാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. ഈ അധ്യക്ഷന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവർ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ സർ? BJP നേതാക്കൾ നമുക്കറിയാമല്ലോ, അരമനകൾ തോറും കയറി ഇറങ്ങിയതാണ്. എന്നിട്ടും പ്രതീക്ഷിച്ച രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ബിഷപ്പുമാർ UDF-ന് വേണ്ടി വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ്. PC ഷോൺ ജോർജിന്റെ ആ ഒരു പ്രസ്താവനയെ എങ്ങനെ നോക്കിക്കാണുന്നു? അതായത് PC ജോർജും ഷോൺ ജോർജും ഒക്കെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ബിഷപ്പുമാർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള വിഷയത്തിലാണ്. മാത്രമല്ല, ദീപിക പത്രം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മുഖപത്രം എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുകയും ഒരു നിഷ്പക്ഷത പുലർത്തേണ്ട പത്രം എന്ന നിലയിൽ നിന്ന് വഴുതി മാറുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടു. അതായത് ഒരു ബിഷപ്പ് കൃത്യമായും UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് തന്റെ അനുയായികൾക്ക് നിർദ്ദേശം കൊടുത്തു എന്നുള്ളത് വ്യക്തമായപ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാത്ത മതമേലധ്യക്ഷന്മാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് PC ജോർജും ഷോൺ ജോർജും ഒക്കെ ആരോപിച്ചത്. അങ്ങനെയെങ്കിൽ അവരോട് രാഷ്ട്രീയത്തിന്റെ ഭാഷയിൽ തന്നെ മറുപടി പറയേണ്ടി വരും. കാരണം ഞങ്ങളും ആ സഭയുടെ ഭാഗമാണ്, ഞങ്ങളും സഭാവിശ്വാസികളാണ്, ഞങ്ങളും കൂടെ ചേർന്നതാണ് സഭ എന്ന് വ്യക്തമാക്കുകയാണ് അവർ ചെയ്തത്. അവർക്ക് അങ്ങനെ വ്യക്തമാക്കാനുള്ള അവകാശങ്ങളുമുണ്ട്, അധികാരങ്ങളുമുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തി എല്ലാവരുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് BJP വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ആരോടും പ്രീണനമില്ല, എല്ലാവർക്കും തുല്യമായ നീതി, അത് വേണം എന്നാണ് BJP പറയുന്നത്. കേരളത്തിൽ നമുക്കറിയാം 80x20 എന്ന നിലയിലാണ്, 80:20. മതന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ 80% മുസ്ലിങ്ങൾക്കും ബാക്കി എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും കൂടി 20 എന്ന നിലപാട് കേരളത്തിൽ നിലവിലുണ്ട് എന്നും അത് ശരിയല്ല, അത് മാറ്റണമെന്നും ആവശ്യപ്പെടുന്ന കേരളത്തിലാണ് ഇത്രമാത്രം കൃത്യമായിട്ടുള്ള ഒരു പക്ഷപാതിത്വം സഭയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നാണ്, സഭാ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് തെളിയുന്നത് എന്നാണ് PC ജോർജും ഷോൺ ജോർജും ആരോപിക്കുന്നത്. അതിന് അവർക്ക് മതിയായ കാരണങ്ങളുമുണ്ട്. പക്ഷേ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതല്ല. സഭ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, സഭാവിശ്വാസികൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ എടുത്താൽ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള, ജനസംഖ്യാനുപാതികമായ വലിയ ഭൂരിപക്ഷമുള്ള 3 സംസ്ഥാനങ്ങളുണ്ട്. ആ 3 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP-യാണ്. അതുപോലെ തന്നെ 25% കൂടുതൽ ക്രൈസ്തവരുള്ള, ഏറ്റവും വലിയ ക്രൈസ്തവ വോട്ട് ബാങ്കുള്ള മറ്റ് 2 സംസ്ഥാനങ്ങളുണ്ട്. അവിടെയും ഭരിക്കുന്നത് BJP-യാണ്. യാദൃശ്ചികമായി ഒരു തവണ അബദ്ധത്തിൽ അധികാരം കിട്ടിയതല്ല, തുടർച്ചയായി 2-3 തവണ BJP അവിടെ അധികാരത്തിൽ വരുന്നു. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള 5 സംസ്ഥാനങ്ങളിൽ, കേരളത്തിലേക്കാൾ ഏറെ ക്രൈസ്തവ ജനസംഖ്യയുള്ള 5 സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്നു. BJP മുഖ്യമന്ത്രിമാര് അവിടെ അധികാരത്തിലുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് കേരള കോൺഗ്രസ്, ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊക്കെയാണ്. പക്ഷെ കേരളത്തില് ക്രിസ്ത്യാനികളുടെ പാർട്ടിയായ എല്ലാ കേരള കോൺഗ്രസുകളും, ഏതാണ്ട് 1/2 കേരള കോൺഗ്രസ് തന്നെയുണ്ട്. ആ എല്ലാ കേരള കോൺഗ്രസുകളിലും ഉള്ള MLA-മാരുടെ എണ്ണമെടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും
മറ്റു പാർട്ടികളിലും ഉള്ള ക്രൈസ്തവ MLA-മാരുടെ എണ്ണം എടുത്താൽ കേരളത്തിനകത്തും പുറത്തുമായി ഇന്ത്യയിലെമ്പാടും ഇന്ത്യ മുന്നണിക്കകത്ത് ഇടത് മുന്നണിയും UDF-ഉം LDF-ഉം എല്ലാം ഉൾപ്പെടെ നോക്കിയാൽ 34 ക്രിസ്ത്യൻ MLA-മാർ മാത്രമാണ് ഉള്ളത്. എന്നാൽ BJP-യിലാവട്ടെ, BJP-യുടെ സഖ്യകക്ഷികളിലാവട്ടെ 234 ക്രിസ്ത്യൻ MLA-മാരാണ് ഉള്ളത്. ഇനി മന്ത്രിമാരുടെ എണ്ണം എടുത്താൽ കേരളത്തിലെ എല്ലാ മുന്നണിയിലും, ഇടതു മുന്നണിയിലും വലതു മുന്നണിയിലും ഒക്കെ എടുത്തു നോക്കിയാലും ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ എത്ര ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ട്? 2 അല്ലെങ്കിൽ 3, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് പുറത്ത് BJP-യുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ 36 ക്രൈസ്തവ മന്ത്രിമാരുണ്ട്. ഇപ്പോൾ നിലവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ കേരളത്തിലെ MP-മാരെ എടുത്തു നോക്കും. കേരളത്തിലെ രാജ്യസഭയിലും ലോകസഭയിലുമായി കേരളത്തിൽ നിന്ന് ജയിച്ചു വന്ന ക്രിസ്ത്യൻ MP-മാരുടെ എണ്ണം എടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലും കോൺഗ്രസ് പാർട്ടിയിലും കേരള കോൺഗ്രസ് പാർട്ടികളിലും എല്ലായിടത്തുമായി എത്ര MP-മാരുണ്ടോ അത്രയും MP-മാർ BJP മുന്നണിയിൽ കേരളത്തിന് പുറത്തുണ്ട്. അപ്പോൾ സത്യത്തിൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി ഏതാണ്? ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി മന്ത്രിമാരുടെ എണ്ണം, MLA-മാരുടെ എണ്ണം, MP-മാരുടെ എണ്ണം എടുത്താൽ അത് BJP ആണ്. ഈ വസ്തുതയൊക്കെ ഇവിടുത്തെ ബിഷപ്പുമാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ദീപിക പത്രത്തിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, മതമേലക്ഷന്മാര് ഇതൊന്നും മനസ്സിലാക്കാഞ്ഞിട്ടുമല്ല. പക്ഷെ എന്തുകൊണ്ടും കേരളത്തിലെത്തുമ്പോൾ ഇതെല്ലാം മറക്കുന്നു. എന്നിട്ട് UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ബിഷപ്പുമാർ നിർദ്ദേശം കൊടുക്കുന്നു. അതിനെയാണ് PC ജോർജും ഷോൺ ജോർജും ചോദ്യം ചെയ്തത്. അതിനു പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ ബിഷപ്പുമാർക്ക്? തീർച്ചയായിട്ടും അജണ്ടയുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ അജണ്ടയുണ്ട്. കോൺഗ്രസിന് ഈ വസ്തുതകൾ അറിഞ്ഞുകൂടാത്തിട്ടല്ല. കോൺഗ്രസിന് അറിയാം BJP-ക്ക് എത്ര ക്രിസ്ത്യൻ MLA-മാരുണ്ട്, കോൺഗ്രസിന് അറിയാം BJP-ക്ക് എത്ര ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ട്, കോൺഗ്രസിന് അറിയാം BJP-ക്ക് എത്ര ക്രിസ്ത്യൻ MP-മാരുണ്ട്, എത്ര മുഖ്യമന്ത്രിമാരുണ്ട്, ഇതൊക്കെ അറിയാം. പക്ഷെ അതൊക്കെ അറിഞ്ഞ് കേരളത്തിലെ ക്രൈസ്തവരും കേരളത്തിൽ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസ് ഇല്ലാതെയായി പോകും. അതായത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണമോഹങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് കേരളത്തിൽ ക്രൈസ്തവർ BJP-യോട് അടുക്കുന്നു എന്നുള്ള ഒരു ലക്ഷണം കണ്ടപ്പോൾ തന്നെ തങ്ങളുടെ കൈവശം സ്വാധീനിക്കാൻ കഴിയുന്നതായ മേലധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തിരിച്ചടി അതാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കളിപ്പാവകളായി നിന്ന് കളിക്കാൻ ചില ആൾക്കാരെ അവർക്ക് കിട്ടുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവം. ഈ അധ്യക്ഷന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവർ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതാണല്ലോ PC ജോർജും ഷോൺ ജോർജും പറയുന്നത്. സഭാവിശ്വാസികൾ അവർ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിവുള്ളവരും അറിവുള്ളവരുമാണ്. അതുകൊണ്ട് ഈ തരത്തിൽ വോട്ടുകളുടെ മൊത്ത കച്ചവടം ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് PC ജോർജും ഷോൺ ജോർജും പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ ക്രൈസ്തവ മേഖലയിലൊന്നും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പൂർണ്ണമായിട്ടുള്ള സ്വിങ് UDF-ന് അനുകൂലമായിട്ട് വന്നു.